ഹലോ ഹലോ. അപ്പോൾ അതേ നമുക്കിന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ സ്പൈസസ് കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, സവാള, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കറിക്ക് വേണ്ട സവാളയുടെ പാകം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊന്നും ഒരുപാട് വേണ്ട. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം മിക്സഡ് ജാറിലിട്ട് നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അടിച്ചെടുത്തേക്കുന്ന പേസ്റ്റ് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിൽ ചിക്കനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന രണ്ടാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ടേക്കുന്ന ക്യാഷ്യൂനട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വല്ലാണ്ട് തിളപ്പിക്കേണ്ട, 2 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് തള വരട്ടെ, അല്ലെങ്കിൽ നമ്മളെ കറി ചീത്തയായി പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു താളിപ്പ് വേണം. അതിന് നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്വാദിഷ്ടമായ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ബൈ ഗൈസ്.